നമസ്കാരം. അതുല്യമാമൊരു പ്രേഷിത കുലപതി അനുഗ്രഹീത പ്രഭാഷകൻ അനുപമമാമീ ഗ്രന്ഥകാരൻ അപ്പൊസ്തലനാം ത്യാഗിവര്യൻ. പ്രിയമുള്ളവരെ, പ്രതിബന്ധങ്ങളിൽ തളരാത്ത മനുഷ്യരുണ്ടോ? പ്രതികൂലങ്ങളിൽ ഒരു നിമിഷമെങ്കിലും പതറിപ്പോകാത്ത ജീവിതങ്ങളുണ്ടോ? വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഉള്ളൊന്ന് ഹരിച്ചും ഗുണിച്ചും നോക്കിയാൽ ദൈവവുമായി കലഹിച്ചിട്ടില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ദൈവപുത്രനായ ഈശോ ഭൂമിയിൽ പണിത സഭയുടെ ഉത്തമവും ഉന്നതവുമായ വിശ്വാസം കാട്ടിത്തന്ന കർമ്മയോഗി, ആത്മീയതയ്ക്കായി പ്രാർത്ഥനയെ ഉപാസിച്ചവൻ, സുധീർനായ സമാധാനത്തിന്റെ പടയാളിയായി തീർന്ന ജീവിത വഴികളിലൂടെ ഒരു ഹ്രസ്വ സഞ്ചാരം. കഥയാരംഭിക്കുന്നു ആചാര്യൻ. അതാ ഒരാരവം കേൾക്കുന്നു. കുതിരക്കുളമ്പടികൾ, കടിഞ്ഞാണിന്റെ സീൽക്കാരങ്ങൾ, അലർച്ചകൾ, കുരച്ചു ചാടുന്ന വട്ടികൾ, മുക്രയിടുന്ന പശുക്കൾ, ചിതറിപ്പറക്കുന്ന പക്ഷികൾ. ആടുമേയ്ക്കാനിറങ്ങിയ എലീനയും സമീറയും ആ കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുന്നു. ആടുകൾ ഭയചരിതരായി അവരെ വട്ടം ചുറ്റി. എലീനയും സമീറയും ഒന്നുകൂടി നോക്കി. റോമൻ തൊപ്പിയണിഞ്ഞൊരു സൈനിക സംഘം, ഓടിവരുന്നൊരു ചീറ്റപ്പുലി പോൽ ഭീകര സംഘം. ചാട്ടവാറു ചുഴറ്റുന്നേ, വാൾമുന ചോരയൊഴുക്കുന്നേ, പാരൻ ഗർജന മുഖരിതമാക്കി പായുവതെങ്ങോട്ടാരറിവൂ ആരറിവൂ. പട്ടാളക്കാരിലൊരുവൻ പാഞ്ഞു വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ? അതെ എന്നവർ മറുപടി പറഞ്ഞ ആ നിമിഷം തന്നെ അയാൾ ഇരുവരെയും കടന്നു പിടിച്ചു. എലീന കുതിരയോടി സമീറയെ വലിച്ചിഴച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറ്റി ഇതാ കൊണ്ടുപോകുന്നു. അവളുടെ നിലവിളി ആരവത്തിൽ അലിഞ്ഞലിഞ്ഞില്ലാതെയായി. എലീന താഴ്വാരത്തിലേക്ക് ഇറങ്ങി കണ്ടവരോടെല്ലാം കാര്യം പറഞ്ഞു. ആരാണെന്നറിയാമോ? ഒരാൾ ചോദിച്ചു. കൊള്ളക്കാരോ മറ്റോ? അവൾ മറുപടി പറഞ്ഞു, അല്ല, അവർ റോമൻ പട്ടാളക്കാരാണ്. കൂട്ടത്തിലൊരു വയസ്സൻ പറഞ്ഞു, എന്തായാലും അവരിവിടെ വരാൻ ഇടയില്ല. കാരണം ഇത് ദമാസ്കസ് പട്ടണത്തിന്റെ അതിർത്തിയാണ്. ഇതാ ഷിമയോൻ വരുന്നു. നിങ്ങളെന്താ ഇവിടെ കൂടി നിൽക്കുന്നത്? കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? താർസോസുകാരനായ സാവൂൾ ക്രിസ്തുവിന്റെ ഭക്തരെ കൊല്ലാൻ റോമതൻ അധികാരപത്രം നേടി ഭക്തരെ കൊല്ലുവാൻ എത്തുന്നു സാവൂൾ. ഏറ്റം മൃഗീയമാം ശിക്ഷയാൽ ഈ മണ്ണ് കുരുതിയാൽ ചോരപ്പുഴയായൊഴുകുന്നു. ഇത് പറഞ്ഞു തീരും മുൻപ് കൊല്ലും കൊലവിളിയുമായി ക്രിസ്തുവിന്റെ ഭക്തരെ കൊല്ലാൻ സാവൂളും പടയാളികളും ഇതാ എത്തി. പെട്ടെന്ന് വിണ്ണിൽ നിന്നൊരു പ്രകാശം മണ്ണിലെ സാവൂളിന് മേൽ പതിച്ചു. സാവൂൾ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീണു. വർദ്ധിച്ച വീര്യത്തോടെ സാവൂൾ അട്ടഹസിച്ചു, എന്നെ തള്ളിയിടുവാൻ മാത്രം ആർക്കാണ് ധൈര്യം? ധൈര്യമുണ്ടെങ്കിൽ മുൻപിലേക്ക് വാ. പെട്ടെന്ന് ആ പ്രകാശം ഒരു ശബ്ദമായി മാറി. സൗൾ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാണ്, ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി മരണം വരിച്ച യേശു, നീ ഉപദ്രവിക്കുന്ന യേശു. എന്ത്? കുരിശിൽ തറച്ചു കൊന്ന നീ എന്നെ തേടി ഇവിടെ വന്നുവെന്നോ? ധൈര്യമുണ്ടെങ്കിൽ മുൻപിലേക്ക് വാ. സൗൾ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്ത്? നീ ഇവിടെ ഉണ്ടെന്നോ? എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ? നീ ദൈവപുത്രനാണെങ്കിൽ എന്റെ കണ്ണുകൾ തുറന്നതാ. എന്റെ കണ്ണൊന്നു തുറന്നതാ. സൗൾ, നിനക്ക് കാഴ്ച തിരിച്ചു ലഭിക്കും. അന്നു നീ എന്നെ കാണും. എനിക്ക് കാഴ്ച തിരിച്ചു ലഭിക്കുന്നതിനായി ഞാൻ എന്ത് ചെയ്യണം ഈശോ? സൗൾ, നീ ദമാസ്കസിലേക്ക് പോവുക. ബാക്കിയുള്ളവയെല്ലാം യഥാസമയം നിറവേറും. ചുറ്റും കൂടി നിന്നവർക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം അവർ ആ ദിവ്യപ്രകാശം കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല. ഗർജിച്ചു വന്നവൻ യാചിപ്പതുണ്ടിതാ, കൊണ്ടുപോകെന്നെ ദമാസ്കസിലേക്കായി. പ്രിയമുള്ളവരെ, കുരുടനായി തീർന്ന സൗളിനെ ആരൊക്കെയോ ചേർന്ന് ദമാസ്കസിൽ യൂദാസിന്റെ ഭവനത്തിലെത്തിച്ചു. അതേ രാത്രിയിൽ മറ്റൊരു ഗ്രാമത്തിൽ
ദൈവവിശ്വാസിയായ അനന്യാസിന് ഒരു ദർശനമുണ്ടായി. അനന്യാസ്, നീ യൂദാസിന്റെ ഭവനത്തിൽ പോകണം. കാഴ്ച നഷ്ടപ്പെട്ടവനായി സൗൾ അവിടെയുണ്ട്. എൻ്റെ നാമത്തിൽ നിന്റെ കരങ്ങളിലൂടെ നീ അവന് കാഴ്ച തിരിച്ചു കൊടുക്കണം. കർത്താവെ, അങ്ങയുടെ ഭക്തരെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചവനല്ലേ ആ സൗൾ? കാഴ്ച തിരിച്ചു കിട്ടിയാൽ അവൻ ഇനിയും ഞാൻ പറയുന്നത് അനുസരിക്കും അനന്യാസ്. ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിന്റെ കൽപ്പന 3 ദിവസങ്ങൾക്ക് ശേഷം നിറവേറി. എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. എനിക്കെല്ലാം കാണാം. ഇനി ഈ കണ്ണുകൾ ദൈവത്തെ കാണുവാനുള്ളതാണ്. ഇന്നലെ വരെ ക്രൂരനായ സൗളായിരുന്നു ഞാനെങ്കിൽ ഇന്നു മുതൽ ദൈവത്തിന്റെ കരങ്ങളിലെ ആട്ടിൻകുട്ടിയായ പൗലോസാണ് ഞാൻ, പൗലോസ്. അനന്യാസ്, എൻ്റെ പാപക്കറകൾ കഴുകിക്കളയുന്നതിനായി എനിക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കണം. നാട് വിറപ്പിച്ച സൗൾ ഒരു അരിപ്രാവിനെന്ന പോലെ നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് സമാധാനത്തിന്റെ ദൂതുമായി പറന്നുയരുകയാണ്. തീക്ഷ്ണമാം വിശ്വാസത്തിൻ ജ്വാല പടർത്തുവാൻ ദേശങ്ങൾ താണ്ടുമോരപ്പസ്തോലൻ താനും. തീക്ഷ്ണമാം വിശ്വാസത്തിൻ ജ്വാല പടർത്തുവാൻ ദേശങ്ങൾ താണ്ടുമോരപ്പസ്തോലൻ താനും. ആ സഞ്ചാരം അറേബ്യൻ നാടും കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് തിരികെ ദമാസ്കസിലെത്തുമ്പോൾ സൗൾ വിജാതിയരുടെ അപ്പോസ്തലനായി മാറിക്കഴിഞ്ഞു. ആ നാവിൽ നിന്ന് ശരവർഷം പോലെ പെയ്തിറങ്ങുന്ന തിരുവചന വചസ്സുകൾ അനേകായിരങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് അനയിച്ചു. എന്നാൽ യേശുവിനെ കൊന്ന ആ യഹൂദന്മാർക്ക് ഇത് സഹിക്കുമോ? ഇല്ലെന്ന് മാത്രമല്ല, അവരെ കൂടുതൽ പ്രകോപിതരാക്കി. നമ്മൾ യേശുവിനെ കൊന്നു, അവന്റെ തീവ്ര വിശ്വാസിയായ സ്തേഫാനോസിനെയും കൊന്നു, എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു ഒരു പൗലോസ്. യഹൂദന്മാർ ഒത്തുകൂടി, നമുക്കെങ്ങനെയും അവനെ കൊല്ലണം. അതിനായി കോട്ടവാതിൽക്കൽ നാം രാവും പകലും കാവൽ നിൽക്കണം. തക്കം കിട്ടിയാൽ ഒറ്റവെട്ട്, അതോടെ തീരണം. എന്നാൽ മനുഷ്യന്റെ മനക്കോട്ടകൾക്കും കോട്ടകൾക്കും അപ്പുറം ദൈവത്തിന്റെ കോട്ടയാൽ സംരക്ഷിക്കപ്പെട്ട അപ്പോസ്തലനെ അനുയായികൾ ഒത്തുചേർന്ന് ഒരു കുട്ടയിലാക്കി മതിലിനപ്പുറത്തെത്തിച്ചു. അവിടെ നിന്ന് ജെറുസലേമിലേക്കും താർസോസിലേക്കും അന്ത്യോക്യയിലേക്കും സഞ്ചരിച്ച് സുവിശേഷ കൊടി വാനോളം ഉയർത്തി. അന്ത്യോക്യയിലെ സഭയിൽ വച്ച് ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ഒരു പുതിയ സമൂഹം ഉടലെടുത്തു. ക്രിസ്ത്യാനികൾ, അതെ ക്രിസ്ത്യാനികൾ. അന്ത്യോക്യയിൽ നിന്നു സൈപ്രസ്, ലുത്രയിൽ നിന്നു ഗലാത്യ, സിറിയ, കിലിക്യ, ത്രോവാസ്, മാസിഡോണിയ, ഫിലിപ്പിയ, തെസ്സലോനിക്ക, കൊറിന്തോസ്, എഫെസോസ്, പിന്നെ റോമയിൽ. സ്നേഹിതരെ, ഈ സുവിശേഷ യാത്രക്കിടയിൽ പെരുമഴ പോലെ പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായി. പ്രതിഷേധം, മർദ്ദനം, തടവറ, രോഗശയ്യ ഇവയെല്ലാം തന്റെ വഴികളിലെ പനിനീർപ്പൂക്കളായി മാത്രമാണ് പൗലോസ് സ്വീകരിച്ചത്. ലോകമെമ്പാടുമുള്ള ക്രിസ്തുവിന്റെ അനുയായികൾ ഒറ്റ നാമത്തിൽ അറിയപ്പെടുവാൻ തുടങ്ങി, അതെ ക്രിസ്ത്യാനികൾ. എല്ലാ മതങ്ങൾക്കും മീതെ ഒരു വെള്ളി മേഘം പോലെ അത് പാറി നടന്നു. പൗലോസിന്റെ പ്രസംഗങ്ങൾ ക്രിസ്ത്യാനികളായി നമുക്ക് കരുത്തേകി. എന്നാൽ അധികാരവർഗത്തിന്റെ ഉറക്കം കെടുത്തി. അന്ധവിശ്വാസങ്ങൾ പരത്തി അധികാര കസേരയിലിരുന്നവർ ക്രിസ്ത്യാനികളെ ഭയപ്പെടുവാൻ തുടങ്ങി. ലോകമെമ്പാടും സ്തുതിഗീതങ്ങളാൽ നിറഞ്ഞു. അതുല്യമാം ഒരു പ്രേഷിത കുലപതി, അനുഗ്രഹീത പ്രഭാഷകൻ, അനുപമമാമീ ഗ്രന്ഥകാരൻ, അപ്പസ്തോലനാം ത്യാഗിവര്യൻ, അപ്പസ്തോലനാം ത്യാഗിവര്യൻ. പക്ഷേ വേദനയിലൂടെ മാത്രമേ മോചനം നേടാനാകൂ എന്ന തിരുവഴുത്ത് നിറവേറണമെങ്കിൽ അത് ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടണം. അപ്പോസ്തലനായ പൗലോസും റോമൻ സാമ്രാജ്യത്തിന്റെ വാളിനാൽ വധിക്കപ്പെട്ടു. എങ്കിലും ആ മൊഴികളും തിരുവചസ്സുകളും ക്രിസ്ത്യാനികളായ നമുക്കും ലോകത്തിനും എന്നും മാർഗദീപമാണ്. എൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.